നമസ്കാരം. ഇന്നത്തെ എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നാടാകെ അമ്പാടി, വീതികളെ വർണ്ണാഭമാക്കി ശോഭയാത്ര. ഭക്തിയുടെ നിറവിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. നിയമസഭാ സമ്മേളനം നാളെ മുതൽ. കസ്റ്റഡി മർദ്ദനമടക്കം സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷം. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയാൽ പ്രത്യേക ബ്ലോക്ക് നൽകും. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിൽ. നേതാക്കളുടെ നിലപാടിനോട് യോജിപ്പില്ലെന്ന് തിരുവഞ്ചൂരിന്റെ ശബ്ദ സന്ദേശം. കോൺഗ്രസ് നേതൃത്വം വഞ്ചിച്ചു എന്നും പ്രസ്ഥാനത്തെ ഇനി വിശ്വസിക്കില്ലെന്നും NM വിജയന്റെ മരുമകൾ പത്മജ. പത്തനംതിട്ട കോയിപ്രം ഹണി ട്രാപ്പിൽ തെളിവുകൾ തേടി പോലീസ്. പ്രതി ജയേഷിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ്. യുവാക്കൾക്ക് രശ്മിയുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ട്. യുവാക്കൾ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരത. ഏഷ്യാകപ്പിൽ ഇന്ത്യ പാക് മത്സരം രാത്രി 8 മണി മുതൽ ദുബൈയിൽ. വിമർശനവുമായി പഹൽഗാം ഭീകരാക്രമണ ഇരകളുടെ കുടുംബങ്ങൾ. ലോക ബോക്സിംഗ് ഇരട്ട സ്വർണവുമായി ഇന്ത്യ. ഭക്തിയുടെ നിറവിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. നാടെങ്ങും അമ്പാടിയാണ്. വീതികളെ വർണ്ണാഭമാക്കി ശോഭയാത്ര ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് വർണ്ണാഭമായ ശോഭയാത്ര ഇപ്പോഴും പുരോഗമിക്കുന്നത്.
നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ നിറവിലാണ്. തൃശ്ശൂരിൽ നിന്ന് ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, ആട്ടവും പാട്ടുമായി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരൊക്കെ നാടും നഗരവും നിറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം വർണ്ണാഭമാണെന്നുള്ളത്. എങ്ങനെയാണ് വർണ്ണക്കാഴ്ചയുടെ ഒരു വിവരങ്ങൾ? അതിലെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെയാണ്. അത്രയും വർണ്ണാഭമായി തന്നെ, അത്രയും ഭക്തിസാന്ദ്രമായി തന്നെയാണ് ഈ ഒരു കുഞ്ഞി കൃഷ്ണന്മാരും അതുപോലെ തന്നെ രാധമാരും ഈ ഒരു ഭക്തജനങ്ങളൊക്കെ ഈ ഒരു ശക്തന്റെ തട്ടകത്തിൽ ഈ ഒരു വേദിയിൽ ഈ ഒരു സ്വരാജ് റൗണ്ടിൽ ഇപ്പോൾ അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സ്വരാജ് റൗണ്ടിനെ ഒരു ചെറിയ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ടാണ് കൊച്ചു കൃഷ്ണന്മാരും അതുപോലെ തന്നെ അത്രയും ഭക്തിസാന്ദ്രമായി തന്നെയാണ് ഈ ഒരു കുഞ്ഞി കൃഷ്ണന്മാരും അതുപോലെ തന്നെ രാധമാരും ഈ ഒരു ഭക്തജനങ്ങളൊക്കെ ഈ ഒരു ശക്തന്റെ തട്ടകത്തിൽ ഈ ഒരു ഈ വേദിയിൽ ഈ ഒരു സ്വരാജ് റൗണ്ടിൽ ഇപ്പോൾ അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സ്വരാജ് റൗണ്ടിനെ ഒരു ചെറിയ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ടാണ് കൊച്ചു കൃഷ്ണന്മാരും അതുപോലെ തന്നെ രാധയും ഗോപികമാരും എല്ലാം എത്തുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ കാണാം. വളരെ ആസ്വദിച്ചുകൊണ്ട് ചെറിയ കുട്ടികൾ കൃഷ്ണൻ്റെയും രാധയുടെയും ഒക്കെ വേഷം കെട്ടി ഈ ഒരു തൃശ്ശൂർ റൗണ്ടിൽ എത്തിയിരിക്കുന്ന ആ ഒരു ദൃശ്യമാണ്. ഭജനയും പാട്ടും രാമനാമ ജപവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഭക്തി മുഖരിതമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഒരു ഘോഷയാത്ര ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനി സ്വരാജ് റൗണ്ട് നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിനും പുലികളിക്കും ബോണ്ണത്താലെ തുടങ്ങിയ ആഘോഷങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച പ്രധാനപ്പെട്ട തൃശ്ശൂരിലെ ഒരു വേദി. ആ ഒരു വേദി കീഴടക്കിക്കൊണ്ടാണ് ഇപ്പോൾ ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപാട് കുട്ടികളുണ്ട്, മാത്രമല്ല മുതിർന്ന ആളുകൾ. വലിയ ഭജനയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റൗണ്ട് മുഴുവൻ നിറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഭക്തിസാന്ദ്രമായി തന്നെയാണ് ഇപ്പോൾ ആളുകൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ഭക്തിയിൽ അലിഞ്ഞു തന്നെ ഈ ആളുകൾ മുന്നോട്ട് പോകുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാം. ഇപ്പോൾ BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളുണ്ട്. വലിയ രീതിയിൽ ഭക്തി സാന്ദ്രമായി അദ്ദേഹം ഈ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ഒരു വാക്ക് ചോദിക്കേണ്ടതുണ്ട്. ഭക്തിസാന്ദ്രമാണ് യാതൊരു സംശയമല്ല, ഭക്തിയുടെ സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇന്ന് ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ്. ഈ കേരളം മുഴുവനും ശ്രീകൃഷ്ണ മയത്തിൽ ലയിച്ചിരിക്കുകയാണ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇന്ന് ശ്രീകൃഷ്ണന്റെ ജന്മദിനം അമ്പാടിയായി കേരളം മുഴുവൻ മാറുന്നു. അതാണ് അമ്പാടിയായി ഈ ഒരു തൃശ്ശൂർ റൗണ്ട് മാറി എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ വലിയ ഭക്തിസാന്ദ്രമായി തന്നെ നിരവധി കുട്ടികളാണ് ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും ഗോപികമാരുടെയൊക്കെ വേഷം ധരിച്ചെത്തിയത്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ടാബ്ലോകളടക്കം നിശ്ചല ദൃശ്യങ്ങളടക്കമുണ്ട്. അത് ഈ ഒരു ശ്രീകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു അത്തരത്തിലുള്ള പുരാണവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ, നിശ്ചല ദൃശ്യങ്ങളടക്കം കൊണ്ടുവന്നാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടി ഇപ്പോൾ ബാലഗോകുലം തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കൊച്ചു വൃന്ദാവനമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു തൃശ്ശൂർ സ്വരാജ് റൗണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പീലിത്തിരുമുടിയും ഓടക്കുഴലും ഒക്കെ വെച്ചുകൊണ്ട് കൊച്ചു കൃഷ്ണന്മാർ ഈ ഒരു സ്വരാജ് റൗണ്ട് ശക്തൻ്റെ വീഥികൾ കീഴടക്കുന്ന വളരെ ഭക്തിപൂർവവും അതോടൊപ്പം തന്നെ കൗതുകമുണർത്തുകയും ചെയ്യുന്ന വളരെ സുന്ദരമായ ഒപ്പം ഭക്തിസാന്ദ്രമായ ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് സ്വരാജ് റൗണ്ടിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പല പ്രായത്തിലുള്ള കൃഷ്ണന്മാരുണ്ട്. സ്വാഭാവികമായും വളരെ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ഉള്ള അത്തരത്തിലുള്ള സംഘങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ട് കീഴടക്കി ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. വളരെ കൗതുകം, നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. വളരെ കൗതുകമുണർത്തുന്ന ആ കാഴ്ചകളാണ്. കൊച്ചു കൃഷ്ണന്മാർ സുന്ദരമായ പട്ടൊക്കെ ഉടുത്ത് മാലയൊക്കെ അണിഞ്ഞ് ഇത്തരത്തിൽ മയിൽപ്പീലിയൊക്കെ ചൂടി പീലിത്തിരുമുടിയൊക്കെ ചൂടി ഓടക്കുള്ളിൽ പിടിച്ചു വരുന്ന ആ ഒരു കാഴ്ച അത് കാണാൻ തന്നെ വലിയ കൗതുകമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധി ആളുകൾ അതുപോലെ കുട്ടികളും ഒക്കെയാണ് ഇന്ന് ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്നുമാണ് ഈ ഒരു ഘോഷയാത്ര തുടങ്ങിയത്. ഇത് നായ്ക്കനാൽ പരിസരത്താണ് അവസാനിക്കുക. അത്രയും നേരം ഈ സ്വരാജ് റൗണ്ടിലൂടെ വലം വെച്ച് ഈ ഒരു സ്വരാജ് റൗണ്ട് ജനനിബിഡമായി മാറിയിരിക്കുകയാണ്. അത്രത്തോളം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഭക്തരും ഇത് കാണാൻ, ഈ ഒരു ഘോഷയാത്ര കാണാനെത്തിയ ആളുകളൊക്കെയായി വലിയ രീതിയിൽ ഒരു സ്വരാജ് റൗണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് നായ്ക്കനാലിൽ എത്തിയിട്ടായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു ഘോഷയാത്ര അവസാനിക്കുക. അത്രത്തോളം ആ ഒരു ദൂരം വരെ തന്നെ ആളുകൾ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്കറിയാം വലിയ ഭക്തിസാന്ദ്രമായി ഭജനകൾ ആളുകൾ ഏറ്റുപാടുന്ന ഒരു കാഴ്ച. ഇത്തരത്തിൽ
ആളുകളും വലിയ രീതിയിലുള്ള പ്രാർത്ഥനകളും ഭജനകളും ഏറ്റുപാടുന്ന കാഴ്ച. അത്തരത്തിൽ ഭക്തിസാന്ദ്രമായി തന്നെയാണ് ഇന്ന് ഈ ഒരു ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കൃത്യം 5 മണിയോടുകൂടി തന്നെ ഈ ഒരു പാറമേക്കാവ് പരിസരത്ത് നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. നായ്ക്കനാലിൽ ആണ് ഘോഷയാത്ര അവസാനിക്കുക. അത്രയും ദൂരം ഈ ഒരു സ്വരാജ് റൗണ്ടിനെ വലം വെച്ച് അത്തരത്തിലുള്ള ഭജനകൾ പാടി ശ്രീകൃഷ്ണൻ്റെയും ഗോപികമാരുടെയും രാധയുടെയും ഒക്കെ വേഷമണിഞ്ഞ് ഈ ഒരു വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയെ വീണ്ടും വീണ്ടും ചൈതന്യവൽക്കരിച്ചുകൊണ്ടുള്ള ആ ഒരു യാത്ര, അത് കാണാനാണ് ഈ ഒരു ഇത്രയും ആളുകൾ ഇവിടെ പ്രദേശത്തൊക്കെ തടിച്ചുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. കൃത്യം 5 മണിയോടുകൂടി തന്നെ ആരംഭിച്ച ഘോഷയാത്ര ഇനി നായ്ക്കനാലിലാണ് അവസാനിക്കുക. ആ സമയം വരെ മുഴുവൻ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അത് പ്രധാനമായി കുഞ്ഞി കൃഷ്ണന്മാരുടെ ലീലാവിലാസങ്ങൾ കാണാൻ വേണ്ടി, ബാലലീലകൾ കാണാൻ വേണ്ടി തന്നെയാണ് ഈ ഓരോ ആളുകളും ഭക്തി സാന്ദ്രതയോടുകൂടി തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു തൃശ്ശൂരിനെ സംബന്ധിച്ച് എല്ലാം ആഘോഷമാണ്. അതിനോടൊപ്പം തന്നെ വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു അഷ്ടമി രോഹിണിയും അല്ലെങ്കിൽ ആ ശ്രീകൃഷ്ണ ജയന്തിയും എന്നുള്ളതാണ്. അതിൻ്റെ നേർ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അത്രത്തോളം ആളുകൾ ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. തടിച്ചുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ആഘോഷം കൈനീട്ടി അവർ ഏറ്റെടുത്തിരിക്കുന്നു. അത് ഈ ഒരു തൃശ്ശൂരിൻ്റെ ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നു. ഒരു ചെറിയ പുലികളിക്കൊക്കെ സമാനമായ രീതിയിലുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു റൗണ്ടിൽ പാട്ടുമായി ശോഭയാത്ര പുരോഗമിക്കുകയാണ്. അഷ്ടമി രോഹിണി മഹോത്സവത്തിൻ്റെ നിറവിലാണ് നാടും നഗരവുമെല്ലാം. സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ധർമ്മത്തിൻ്റെയും ഒക്കെ സന്ദേശമുയർത്തുന്നതാണ് ഓരോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളും. ധർമ്മസ്ഥാപനത്തിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച പുണ്യദിനമാണ് ശ്രീകൃഷ്ണ ജയന്തി. അതാണ് ഈ ഗോപികമാരും അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണന്മാരും ഒക്കെ നിറഞ്ഞ ശോഭയാത്ര കേരളത്തിൽ വളരെ മുന്നേ തന്നെയുള്ള പരമ്പരാഗത ആഘോഷം കൂടിയാണ്. തലസ്ഥാനത്ത് നിന്ന് ആതിര രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ആതിര, ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞ നാടും നഗരവും എല്ലാം അക്ഷരാർത്ഥത്തിൽ ഒരു വൃന്ദാവനമായി മാറിയിരിക്കുകയാണ്. തലസ്ഥാന നഗരിയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം വർണ്ണാഭമാണ്? തീർച്ചയായും തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം ഘോഷയാത്ര, പാളയത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഇപ്പോൾ ഈ പുളിമൂട് കഴിഞ്ഞ് ഇപ്പോൾ ഈ കിഴക്കേക്കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൃഷ്ണന്റെയും ഉണ്ണിക്കണ്ണന്റെയും ഗോപികമാരുടെയും ഒക്കെ വേഷം ധരിച്ച കുട്ടികളൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള ക്ഷീണവും അവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമ്മയുടെയും അതുപോലെ തന്നെ അച്ഛന്റെയും ഒക്കെ കൂടെ ഈ ഉണ്ണിക്കണ്ണന്മാരൊക്കെ തന്നെ ഈ ഘോഷയാത്രയിൽ അത്രത്തോളം ഒരു ആകാംക്ഷയോടുകൂടി പങ്കെടുക്കുകയാണ്. തീർച്ചയായും അതുപോലെ തന്നെ ഇവിടെ നിരവധി ആളുകളാണ് ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഉണ്ണിക്കണ്ണന്മാരും അതുപോലെ തന്നെ ഗോപികമാരും ഒക്കെ തന്നെ ഈ തലസ്ഥാന നഗരി അല്ലെങ്കിൽ ഈ അനന്തപുരിയെ അക്ഷരാർത്ഥത്തിൽ ഒരു വൃന്ദാവനമാക്കി മാറ്റി എന്ന് വേണം പറയാൻ. കാരണം അത്രത്തോളം ജനപങ്കാളിത്തം കൊണ്ടും കുട്ടികളുടെ ആ ഒരു പങ്കാളിത്തം കൊണ്ടും ഘോഷയാത്ര അതിഗംഭീരമായി തുടരുകയാണ്. ഇവിടെ കൊച്ചു ഉണ്ണിക്കണ്ണന്മാരൊക്കെ തന്നെയുണ്ട്. കഴിഞ്ഞ തവണ നമ്മളൊരു 6 മാസം മാത്രം പ്രായമുള്ള ഒരു ഉണ്ണിക്കണ്ണനെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇത് അമ്മയുടെ തോളിൽ ചാഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കണ്ണന്മാരൊക്കെ തന്നെ. കാരണം കൊച്ചു കുട്ടികളാണ്, അവർക്ക് ഈ ശബ്ദവും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് പൊതുവായിട്ടുള്ള കാഴ്ച. പക്ഷേ ഇവിടെ നമ്മൾക്ക് അതിൽ നിന്നൊക്കെ വിപരീതമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അമ്മയുടെ തോളിൽ ചാഞ്ഞുറങ്ങുന്ന ഉണ്ണിക്കണ്ണനും അതുപോലെ തന്നെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ തോളിൽ ഇത്തരത്തിൽ ഈ ഘോഷയാത്രയിൽ പങ്കാളികളാക്കുകയാണ്. യാതൊരു തരത്തിലുള്ള ഒന്നും തടസ്സമാക്കാതെ ഈ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഒക്കെ തന്നെ ഈ വാദ്യഘോഷമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ ഘോഷയാത്ര ഇപ്പോൾ അനന്തപുരിയിൽ പുരോഗമിക്കുകയാണ്. നിലവിൽ ഘോഷയാത്ര ഈ കിഴക്കേക്കോട്ടയിലേക്ക് അമ്പാടിയാണ് വീതികളെ വർണ്ണാഭമാക്കി ശോഭയാത്ര പുരോഗമിക്കുന്നു. ഭക്തിയുടെ നിറവിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നാടും നഗരവും എങ്ങും പുരോഗമിക്കുകയാണ്. ആതിര രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഹരീഷ് നാരായണനുമാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭായാത്രയുടെ വർണ്ണാഭമായ വിവരങ്ങൾ പ്രേക്ഷകരോട് പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 3 നട തുറന്നത് മുതൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂരിനെ അമ്പാടിയാക്കിയ ശോഭയാത്രയും നടന്നു.
അഷ്ടമിരോഹിണി ദിനത്തിൽ ഗുരുവായൂരിൽ ദർശനം നടത്താനായി തലേ ദിവസം മുതൽ കാത്തുനിന്നത് 10,000-കണക്കിന് ഭക്തരാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഗുരുവായൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. രാവിലത്തെ ചടങ്ങുകൾക്ക് ശേഷം കണ്ണന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ നിന്നും പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുമുള്ള എഴുന്നള്ളിപ്പുകളാണ് ആദ്യം ക്ഷേത്രാങ്കണത്തിലേക്ക് പുറപ്പെട്ടത്. മമ്മിയൂരപ്പന്റെ മുന്നിൽ പൂക്കളം തീർത്ത നിലവിളക്ക് കൊളുത്തി താലമേന്തി കണ്ണനെയും രാധയെയും ഗോപികമാരെയും കളത്തിലേക്ക് അനയിച്ചു. തുടർന്ന് ഉറിയടിയും ഗോപികാ നൃത്തവും വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ജീവത എഴുന്നള്ളിപ്പും നടന്നു. അരമണിക്കൂറോളം നീണ്ട ജീവത എഴുന്നള്ളിപ്പിന് ശേഷം രണ്ടാമതായി കണ്ണന്റെയും രാധയുടെയും പ്രേമഭാവത്തെ അനുസ്മരിപ്പിച്ച് ഗോപികാ നൃത്തം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി. വാദ്യമേളാഘോഷങ്ങളുടെ അകമ്പടിയോടെ ഉറിയടിയും ഘോഷയാത്രയിലുടനീളം അരങ്ങേറി. ഘോഷയാത്രയുടെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് നടയിലെത്തിയത്. അമൃത ന്യൂസ്, തൃശൂർ. വയനാട് സുൽത്താൻ ബത്തേരി പൊങ്ങിണി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു. അഷ്ടമി രോഹിണി ആഘോഷങ്ങൾ മാതാ അമൃതാനന്ദമയി മഠം മേപ്പാടി മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്വാമി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. എത്ര കേട്ടാലും മതിവരാത്ത രാധാപ്രേമവും അതുപോലെ ഭഗവാന്റെ അമൃതാന ലീലകളും ഭാഗവത സപ്താഹത്തിലേക്ക് നമ്മൾ കൃഷ്ണ കഥകൾ കേട്ടാലും എത്ര തവണ കേട്ടാലും കൃഷ്ണനെപ്പറ്റി നമുക്ക് എന്നും പുതുമയാണ്. അതുപോലെ നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ, പത്തനംതിട്ടയിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാക്കളെ കെട്ടിത്തൂക്കി ക്രൂരമർദ്ദനം. യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലെയർ പിന്നുകൾ കൊണ്ട് 23 തവണ അടിച്ചു. റാന്നി, ആലപ്പുഴ സ്വദേശികളായ യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷും ഭാര്യ രശ്മിയും പിടിയിലായി. സ്റ്റേപ്ലർ പിന്നുകൾ കൊണ്ട് ജനനേന്ദ്രിയത്തിൽ അടിക്കുക, പ്ലെയർ ഉപയോഗിച്ച് കൈനഖങ്ങളിൽ പീഡനം തുടങ്ങി സമാനതകളില്ലാത്ത പീഡനമാണ് ആലപ്പുഴ റാന്നി സ്വദേശികളായ യുവാക്കൾക്ക് നേരിടേണ്ടി വന്നത്. സൈക്കോ മനോനില ഉള്ളവർ എന്നാണ് പ്രതികളായ ദമ്പതികളെ പോലീസ് എഫ്ഐആറിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 1-ാം തീയതി ആലപ്പുഴ സ്വദേശിയായ യുവാവും 5-ാം തീയതി റാന്നി സ്വദേശിയായ യുവാവും ക്രൂരമർദ്ദനത്തിനിരയായി. പത്തനംതിട്ട ചരൽക്കുന്നിലുള്ള പ്രതി ജയേഷിന്റെ വീട്ടിൽ വെച്ചാണ് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചത്. യുവാക്കളെ സൗഹൃദം നടിച്ച് രശ്മി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പിന്നാലെ വിവസ്ത്രരാക്കി. യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തരത്തിൽ അഭിനയിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി. ശേഷം ജയേഷും രശ്മിയും ചേർന്ന് യുവാക്കളുടെ കൈകൾ കെട്ടുകയും കെട്ടിത്തൂക്കി മർദ്ദിക്കുകയുമായിരുന്നു. ഒരു യുവാവിന്റെ ലൈംഗികാവയവത്തിൽ 23 സ്റ്റേപ്ലർ പിന്നുകൾ അടിച്ചു. കൈയിലെ നഖം പ്ലെയർ ഉപയോഗിച്ച് അമർത്തി. ഈ മർദ്ദന ദൃശ്യങ്ങൾ പ്രതികൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഇരകളുടെ കയ്യിലുണ്ടായിരുന്ന പണവും ഫോണും പ്രതികൾ കവരുകയും ചെയ്തു. മർദ്ദനത്തിന് മുൻപ് ആഭിചാരക്രിയകൾ നടത്തിയതായും ഇരയായ യുവാക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. പിടിയിലായ ദമ്പതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരെ കൂടാതെ കൂടുതൽ ആളുകൾ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോയിപ്രം ഹണി ട്രാപ്പിൽ തെളിവെടുപ്പ്. പ്രതി ജയേഷിനെ വീട്ടിലെത്തിച്ചെല്ലാം തെളിവെടുപ്പ് നടത്തി. യുവാക്കൾക്ക് രശ്മിയുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ, സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഈ യുവാക്കൾ നേരിട്ടത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? തീർച്ചയായും സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഈ രണ്ട് യുവാക്കളും നേരിട്ടത്. ആലപ്പുഴ സ്വദേശിയായ ഒരു യുവാവും റാന്നി സ്വദേശിയായ ഒരു യുവാവുമാണ് ഇത്തരത്തിൽ ക്രൂര പീഡനത്തിന് ഇരയായത്. ഇരുവരെയും ഹണി ട്രാപ്പിൽ കുടുക്കി, അതായത് ഈ സൗഹൃദം മുതലെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും തുടർന്ന് ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിന്നുകൾ അടിക്കുകയും കെട്ടിത്തൂക്കി മർദ്ദിക്കുകയും കയ്യിൽ മുട്ടുസൂചി കയറ്റുകയും തുടങ്ങി ക്രൂരകൃത്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ പ്രതികളിൽ ഒരാളായ ജയേഷിനെ കോയിപ്പുറത്തെ ജയേഷിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഉദ്യോഗസ്ഥ സംഘം ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. ഈ ജയേഷിനെ കൊണ്ടുവരുന്ന സമയത്തുണ്ടായിരുന്നു. നാട്ടുകാർ വളരെ ഇത്തരത്തിലൊരു സംഭവം അവർ പ്രതീക്ഷിച്ചിരുന്നതല്ല. വളരെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ സമയത്തൊക്കെ ഈ വീടിന്റെ പരിസരത്തുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആർക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഇത്തരത്തിൽ ഒരു ഭാര്യയുമായി വഴിവിട്ട ബന്ധം ഉണ്ട് എന്ന സംശയത്തിലാണ് ഇത്തരത്തിൽ ജയേഷും ഭാര്യ രശ്മിയും
രശ്മിയെ കൂട്ടുപിടിച്ച് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്തിയത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ ഇരുവരും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ ഉടനെ ഇത്തരത്തിൽ വലിയ ഇത്തരത്തിലുള്ള സംഭവം ഈ നാട്ടുകാർക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. ഇവരുടെ ഈ രണ്ടുപേരും, ഈ മർദ്ദനമേറ്റ ഇവരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവർക്കും സുഖം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. ഇരുവരെയും ഇത്തരത്തിൽ ക്രൂര മർദ്ദനത്തിനിരയാക്കിയ ശേഷം ജയേഷും ഭാര്യ രശ്മിയും കൂടി കോഴഞ്ചേരിയിൽ മാരാമണ്ണിൽ വഴിയരികിൽ കൊണ്ട് വിടുകയായിരുന്നു. വളരെ അവശനിലയിൽ കണ്ട ഇവരെ ഓട്ടോ ഡ്രൈവർമാരാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ഏതായാലും ഈ സംഭവത്തിൽ കൂടുതൽ ഇനി ഇതിൽ ആരെങ്കിലും കൂടുതലായി ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്ന എന്ന തരത്തിലൊക്കെ അന്വേഷണം നടക്കും. എന്തായാലും ഇപ്പോൾ ഇവർ റിമാൻഡിലാണ്. പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. മൂവാറ്റുപുഴ MLA മാത്യു കുഴിനാടിന്റെ നിർദ്ദേശപ്രകാരം റോഡ് ഉദ്ഘാടനം ചെയ്ത ട്രാഫിക് SIയെ സസ്പെൻഡ് ചെയ്തു. മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിനാണ് നടപടി. ട്രാഫിക് SI KP സിദ്ദിഖിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. നിയമസഭയുടെ 14ാമത് സമ്മേളനം നാളെ ആരംഭിച്ച് ഒക്ടോബർ 10 അവസാനിക്കും. ആകെ 12 ദിവസം സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളതെന്ന് സ്പീക്കർ എൻ ഷംസീർ അറിയിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്നും മാറ്റി ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ട് UDF കത്ത് നൽകിയിട്ടുണ്ടെന്നും അത് പരിഗണിക്കുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. സെപ്റ്റംബർ 15 തുടങ്ങുകയാണ്. സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 10 വരെയാണ് ഈ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. സെഷൻ ആകെ 12 ദിവസമേ ഉള്ളൂ. പക്ഷെ അത് 3 ഫേസായിട്ടാണ്. ആദ്യത്തെ സെഷൻ 15 മുതൽ 19 വരെ. സെക്കൻഡ് സെഷൻ സെപ്റ്റംബർ 29-30. തേർഡ് സെഷൻ വരുന്നത് ഒക്ടോബർ 6 മുതൽ 10 വരെയാണ്. ഇങ്ങനെയാണ് 14ാമത്തെ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ഇരയോടൊപ്പം എന്ന് പറയുകയും മറുഭാഗത്ത് നാടകം കളിച്ച് രാഹുലിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളുമാണ് കോൺഗ്രസ് നടത്തുന്നത്. വീക്ഷണത്തിന്റെ എഡിറ്റോറിയലിൽ വന്ന ലേഖനത്തിൽ രാഹുലിനെതിരെ പരാതി ഉന്നയിച്ചവർക്ക് നേരെ അശ്ലീലം കലർന്ന പരാമർശമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രാഹുലിനെ എന്തുകൊണ്ടാണ് അയോഗ്യനാക്കിയിട്ടുള്ളതെന്നും എത്ര കാലത്തേക്കാണ് അയോഗ്യത എന്നും കോൺഗ്രസ് വിശദീകരിക്കണം. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണം നടത്തണം. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ദുരന്തബാധിതരെ ചൂണ്ടിക്കാണിച്ച് പണം പിരിച്ച് കച്ചവടത്തിനും അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ ചെയ്തികൾ കൊണ്ട് അവരുടെ നേതൃനിരയിൽ തന്നെയുള്ളവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ്. വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബത്തിന് സംഭവിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും VK സനോജ് ആവശ്യപ്പെട്ടു. യുവ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് എന്ന അറിവ് സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത്. മണിപ്പൂരിൽ BJPയുടെ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾക്ക് പ്രതിസന്ധിയായി സംസ്ഥാനത്തെ BJP നേതാക്കളുടെ നിലപാട്. കുക്കികൾക്ക് പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം വേണമെന്നാവശ്യപ്പെട്ട് BJP MLAമാർ തന്നെ രംഗത്തെത്തിയതാണ് വെല്ലുവിളിയാകുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് പ്രധാനമന്ത്രിക്ക് MLAമാർ നിവേദനം നൽകി. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ഉറപ്പാക്കി രാഷ്ട്രപതി ഭരണത്തിൽ നിന്ന് മണിപ്പൂരിനെ മോചിപ്പിച്ച് സർക്കാർ രൂപീകരിക്കാനായിരുന്നു BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ അതിനുള്ള നീക്കങ്ങൾ സജീവമാക്കി. കുക്കി മെയ്തേ വിഭാഗങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിച്ച് മണിപ്പൂരിനെ സാധാരണ നിലയിലേക്ക് മടക്കിയെത്തിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ സർക്കാർ രൂപീകരിക്കുക, ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ദിവസം പ്രാദേശിക BJP നേതാക്കൾ രാജിവെച്ചതിന് പിന്നാലെ കുക്കികൾക്ക് പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം വേണമെന്ന ആവശ്യവുമായി BJP MLAമാർ രംഗത്തെത്തി. സ്വതന്ത്രർ ഉൾപ്പെടെ 10 കുക്കി MLAമാരാണ് ഈ ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയത്. നിലവിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കുക്കികൾ അംഗീകരിക്കുമെങ്കിലും മെയ്തികൾ അംഗീകരിക്കാൻ ഇടയില്ല.
ഈ സാഹചര്യത്തിലാണ് പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം വേണമെന്ന് കുക്കികൾ ആവശ്യപ്പെടുന്നത്. കുക്കി സ്വാധീന മേഖലയിൽ പ്രധാനമന്ത്രി പോയതിലും വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചതിലും മേധേ വിഭാഗത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. സംസ്ഥാനത്താകെ 8500 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചതിൽ 7300 കോടി രൂപയുടെ പദ്ധതികളും കുക്കി മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള നീക്കങ്ങളിൽ മെയ്തികൾ എത്ര കണ്ട് സഹകരിക്കുമെന്നതാണ് പ്രധാനം. നിലവിൽ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച നിലപാടും രാഷ്ട്രീയവും ഗുണകരമാകും എന്നാണ് BJPയുടെ വിലയിരുത്തൽ. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളെ കേന്ദ്ര സർക്കാർ തീരുമാനങ്ങളുടെ ഒപ്പം നിർത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉപകരിച്ചുവെന്ന് BJP കണക്കുകൂട്ടുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ബീഹാറിലെ പ്രതിപക്ഷ സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തി RJD. 243 സീറ്റിലും RJD മത്സരിക്കുമെന്ന തേജസ്വി യാദവിന്റെ പ്രസ്താവനയാണ് പുതിയ തർക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലമായ മുസാഫർപൂർ, ബോച്ചഹാൻ, ഹൈഗട്ട്, കാന്തി എന്നിവയുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു തേജസ്വിയുടെ പ്രസ്താവന. മുസാഫർപൂരിലെ കാന്തിയിൽ നടന്ന റാലിയിലാണ് തേജസ്വി പ്രഖ്യാപനം നടത്തിയത്. സഖ്യത്തിന് മുൻതൂക്കം ലഭിക്കുന്നതിനെയുള്ള പ്രസ്താവന അനവസരത്തിലായി എന്നാണ് RJD ഇതര പാർട്ടികളുടെ വിലയിരുത്തൽ. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 66 സീറ്റാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതിനിടെയാണ് തേജസ്വിയുടെ ഭാഗത്ത് ഇത്തരം നിലപാട് പുറത്തേക്ക് വന്നത്. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മരുമകൾ പത്മജയുമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ ചർച്ചയുടെ സംഭാഷണം പുറത്ത്. NM വിജയന്റെ മരണത്തിന് പിന്നാലെ കോൺഗ്രസ് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്നും വഞ്ചിച്ചെന്നും ആരോപിച്ച് പത്മജ ഇന്നലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് NM വിജയന്റെ കുടുംബം തിരുവഞ്ചൂരുമായി നടത്തിയ ചർച്ചയുടെ സംഭാഷണം പുറത്തുവിട്ടത്. ഒളിച്ചുകളി ഇഷ്ടമല്ലെന്നും രാഷ്ട്രീയത്തിലെ തരികിട പണികളോട് യോജിക്കുന്നില്ലെന്നും പറഞ്ഞ വാക്കിനോട് വില വേണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെയാണ്, പക്ഷെ രാഷ്ട്രീയത്തിനകത്തെ തരികിട പണികളൊന്നും ഞാൻ യോജിക്കില്ല. കൂടെയുള്ളവനായാലും പറഞ്ഞ വാക്കിൽ ഇതിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ തുക അവിടെ തന്നെ പോയി. തുകയുടെ ഇതിനെ പറഞ്ഞ് അവിടുന്ന് പോയി ശാന്തമായി ഞാൻ തുക എത്രയാണെന്ന് തീരുമാനിച്ച് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ആ തീരുമാനിച്ചതൊക്കെ അത് പറഞ്ഞിട്ട് വാക്കും പറഞ്ഞ് ചിരിച്ചിട്ട് പോയവർക്ക് അതിനൊരു ബാധ്യതയില്ല. ഞാൻ ഈ തരികിട പണിക്കൊന്നും ഞാൻ പോകില്ല. എൻ്റെ പണി രാഷ്ട്രീയമൊക്കെയാണ്. ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയം ഇതുമാതിരി നാട്ടുകാരുടെ കണ്ണീര് കാണുന്ന രാഷ്ട്രീയം ആരും. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടാണ് തിരുവഞ്ചൂരിന്റെ സംഭാഷണം. പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ വേണ്ടതായിരുന്നുവെന്നും പണം കൊടുക്കാമെന്ന് ചിരിച്ചു വാക്കുകൊടുത്തു പോയവർക്ക് ബാധ്യതയുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. തരികിട പണിക്ക് താൻ പോകാറില്ലെന്നും ഇരുചെവി അറിയാതെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടതായിരുന്നുവെന്നും പറയുന്നുണ്ട്. വിശ്വസിക്കുന്ന പാർട്ടി തകരാതിരിക്കാനാണ് ഇടപെട്ടത്. ഇപ്പോഴത്തെ നിലപാടുകളോട് തനിക്ക് ഒരു യോജിപ്പുമില്ല. എല്ലാവരും കൂടി കുഴിയിൽ ചാടിക്കും. വിജയന്റെ കുടുംബം പറയുന്നതിനോട് 100% യോജിപ്പുണ്ടെന്നും T. സിദ്ദിഖ് MLA പറഞ്ഞ ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ലെന്നും തിരുവഞ്ചൂർ പറയുന്നുണ്ട്. NM വിജയന്റെ കടബാധ്യതയിലടക്കം കോൺഗ്രസ് നേതൃത്വം നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നാണ് NM വിജയന്റെ കുടുംബം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് വെച്ചാണ് പത്മജയടക്കമുള്ളവർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ചർച്ച നടത്തിയത്. NM വിജയന്റെ കുടുംബമാണിപ്പോൾ ചർച്ച നടത്തിയതിന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. അമൃത ന്യൂസ്, വയനാട്. ഏഷ്യാകപ്പിൽ ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്ന ഇന്ത്യ-പാക് മത്സരം ഇന്ന് ദുബൈ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 8 മണിക്കാണ് മത്സരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലാണ് BCCI. ഏഷ്യാകപ്പിലെ ഇന്ത്യ-പാക് മത്സരത്തിനെതിരെ വിമർശനവുമായി പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരകളായവരുടെ കുടുംബങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ മത്സരം എന്തിനെന്ന് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ചോദിക്കുന്നു. മത്സരം രാജ്യം ഒറ്റക്കെട്ടായി ബഹിഷ്കരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മത്സരത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം നയതന്ത്ര നിലപാടും മത്സരവും രണ്ടാണെന്ന് BJP പറയുന്നു. ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിക്കുന്നതിലാണ് വലിയ വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത്. മത്സരം അസ്വസ്ഥമാക്കുന്നുവെന്ന് അച്ഛനെയും സഹോദരനെയും നഷ്ടപ്പെട്ട സാവൻ പർമാർ പറയുന്നു. തന്റെ അച്ഛനെയും സഹോദരനെയും തിരികെ തന്നിട്ട് പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കുമെന്നാണ് പർമാർ പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നു.
പിന്നെ എന്തിനാണ് പാകിസ്ഥാനുമായി മത്സരമെന്ന പർമാറിന്റെ അമ്മ കിരൺ യതീഷ് പർമാർ ചോദിക്കുന്നു. മത്സരം രാജ്യം ഒറ്റക്കെട്ടായി ബഹിഷ്കരിക്കണമെന്ന് ഭർത്താവിന് നഷ്ടമായ ഐഷാന്യ ദ്വിവേദിയും പറഞ്ഞു. മത്സരത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ യുദ്ധവും ക്രിക്കറ്റും എങ്ങനെ ഒരുമിച്ച് നടക്കുമെന്ന് ശിവസേന ഉദ്ധവപക്ഷം ചോദിക്കുന്നു. അതേസമയം പല വിഷയങ്ങളിലും പാകിസ്ഥാൻ അനുകൂല നിലപാട് അംഗീകരിച്ച പ്രതിപക്ഷ പാർട്ടികൾ മത്സരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് എന്തിനാണെന്ന് ബിജെപി നേതാക്കൾ ചോദിക്കുന്നു. ഇന്ത്യ പാക് മത്സരത്തിൽ വിശദീകരണവുമായി മുൻ കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും രംഗത്തെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് നിയമങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യ പാകിസ്ഥാനുമായി കളിക്കുന്നത്. പാകിസ്ഥാനുമായി കായിക മത്സരങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട് രാജ്യ താൽപര്യവും നയതന്ത്ര നിലപാടും മാറില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ നടത്തുന്ന ടൂർണമെന്റുകളിൽ പാകിസ്ഥാനോട് കളിക്കാതിരുന്നാൽ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്താകുന്ന സ്ഥിതിയുണ്ടാകും. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ പരമ്പര ഉണ്ടാകില്ല എന്ന നിലപാടിൽ മാറ്റമില്ലെന്നും ബിജെപി നേതാവ് വ്യക്തമാക്കി. അതിനിടെ കാശ്മീരി വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ മത്സരവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളിടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ജമ്മു കാശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അസമിൽ ഭൂചലനം. അസം ധേക്കിയാജുലി മേഖലയിലാണ് ഭൂചലനമുണ്ടായത്. 5.9 തീവ്രത രേഖപ്പെടുത്തി. വൈകിട്ട് 4:41 ഭൂചലനം അനുഭവപ്പെട്ടത്. വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 10 കിലോമീറ്റർ ദൂരപരിധിയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. ബംഗ്ലാദേശ്, മ്യാൻമർ, ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലും ഭൂചലനം ഉണ്ടായി. പ്രിയങ്ക ഗാന്ധി MP കോഴിക്കോട് മുക്കം കാരശ്ശേരിയിലെത്തി. എഴുത്തുകാരൻ MN കാരശ്ശേരിയെ സന്ദർശിച്ചു. കാരശ്ശേരിയിലെ സ്വവസതിയായ അമ്പാടി വീട്ടിലെത്തിയാണ് കാരശ്ശേരിയെ പ്രിയങ്ക ഗാന്ധി സന്ദർശിച്ചത്. MN കാരശ്ശേരിയും ഭാര്യ ബദീജയും ചേർന്ന് ഷോൾ അണിയിച്ചാണ് പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിച്ചത്. സാംസ്കാരിക രംഗത്തെ കോൺഗ്രസിന്റെ ഇടപെടൽ ശക്തമാക്കേണ്ടതിനെക്കുറിച്ച് പ്രിയങ്കയെ ഓർമ്മിപ്പിക്കാൻ കാരശ്ശേരി മറന്നില്ല. സ്ത്രീപക്ഷ വിഷയങ്ങൾ, സമത്വം, ദുർബല ജനവിഭാഗത്തോടുള്ള സമീപനം, പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഇരുവരും സംസാരിച്ചു. സാംസ്കാരിക രംഗത്ത് കോൺഗ്രസ് എത്രയെങ്കിലും പിന്നിലാണ്. മാത്രമല്ല സാഹിത്യം, സിനിമ, ചിത്രകല തുടങ്ങിയ രംഗങ്ങളിലെ ആളുകളെ ശ്രദ്ധിക്കുന്നൊരു പണി കോൺഗ്രസിനില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ സാംസ്കാരിക രംഗം ശക്തിപ്പെടുത്തണം. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചും ഗാന്ധിയെക്കുറിച്ചും MN കാരശ്ശേരി എഴുതിയ പുസ്തകങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് നൽകി. കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറും പ്രിയങ്ക ഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു. അരമണിക്കൂറിലധികം കാരശ്ശേരിയുടെ വീട്ടിൽ ചിലവഴിച്ചാണ് പ്രിയങ്ക മടങ്ങിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഭാര്യയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. തൃശൂർ പുതുശ്ശേരി കന്നപ്പള്ളി വീട്ടിൽ ദേവസിയാണ് തൂങ്ങി മരിച്ചത്. ദേവസിയും അൽഫോൺസയും കുറേ നാളുകളായി പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ അൽഫോൺസ് താമസിക്കുന്ന വീട്ടിലെത്തിയ ദേവസി അൽഫോൺസിയെ ചുറ്റികൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് സാരമായ പരിക്കുകളേറ്റ അൽഫോൺസയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസിന് വിവരം നൽകിയെന്ന് ആരോപിച്ച് 3 പേരെ ആക്രമിച്ച് പ്രതി അറസ്റ്റിൽ. തഴുത്തല കാവുവിള സ്വദേശി പൊട്ടാസ് നിഷാദിനെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ 20ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഉമേനല്ലൂർ സ്വദേശി മനു, മകൻ അഭിമന്യു, അഭിമന്യുവിന്റെ സുഹൃത്ത് ഹാരിസ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. മനുവിനെ മർദ്ദിച്ച ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താനും ശ്രമിച്ചു. പിടിച്ചുമാറ്റാനെത്തിയ അഭിമന്യുവിന്റെയും സുഹൃത്തിന്റെയും തലയ്ക്കാണ് പരിക്ക്. മൂവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 ആഴ്ച മുമ്പാണ് കാപ്പ കേസിൽ നിഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡ് കാലാവധിയിൽ ഇയാൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് വീണ്ടും ആക്രമണം നടത്തിയത്. നിരവധി കേസുകളുള്ള നിഷാദ് ജാമ്യം തേടി പുറത്തിറങ്ങിയ ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പതിവാണ്. ഫിറോസിന്റെ സാമ്പത്തിക തട്ടിപ്പ് ചർച്ചയായപ്പോൾ അത് മറച്ചുവെക്കാനാണ് മലയാളം സർവകലാശാല വിഷയം ഉയർത്തിയതെന്ന് KT ജലീൽ MLA. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് മലയാളം സർവകലാശാലയ്ക്ക് സ്ഥലനിർണ്ണയം നടത്തിയത്. UDF സർക്കാർ നിശ്ചയിച്ച 1.79 ലക്ഷം LDF സർക്കാർ 1.60 ലക്ഷമാക്കുകയായിരുന്നു. ദുബായിലെ കമ്പനികളെക്കുറിച്ച് PK ഫിറോസ് മറുപടി പറയുന്നില്ല. ബിസിനസ് സംരംഭങ്ങൾ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഫിറോസിന്റെ നാട്ടിലെ ബിസിനസ് സംരംഭത്തിന്റെ പങ്കാളി തന്നെയാണ് വിദേശത്തെയും പങ്കാളിയെന്നും ജലീൽ പറഞ്ഞു. അങ്ങനെ അവരാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അവരുടെ കാലത്താണ് എല്ലാ എഴുത്തുകുത്തുകളും നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 1,70,000 രൂപ ഇപ്പോൾ എടുത്തിട്ടുള്ള സ്ഥലത്തിന് ഭൂവുടമകളുമായി ചർച്ച ചെയ്ത്
ആ കാര്യം തീരുമാനിച്ച് സർക്കാരിലേക്ക് അയക്കുന്നത് വില നിർണയ സാക്ഷ്യപത്രം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കോപ്പി തരും. വില നിർണയ സാക്ഷ്യപത്രം എന്താണ് അതിൽ പറയുന്നത് എന്ന് നോക്കാം. മലപ്പുറം ജില്ല തിരൂർ താലൂക്ക് വെട്ടം വില്ലേജിലെ 141(6), 313(5), 313(3)B, 343(3), 315(3), 315(1), 313(1)B, 340(5), 341(1), 313(4)B, 341(6), 315(2), 313(6), 313(7), 313(8)B, 316(10) സർവേ നമ്പറുകളിൽപ്പെട്ട വസ്തു മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിന് ജില്ലാതല വില നിർണയ സമിതി യോഗം ചേർന്ന് ഭൂ ഉടമകളുമായി ചർച്ച നടത്തിയതിൽ സെന്റ് 1-ന് 1,70,70,000 രൂപ വില നിശ്ചയിച്ചിരിക്കുന്നു. കയറ്റുമതിയുടെ സാധ്യതകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ബിസിനസ് ഉച്ചകോടി. ഇന്ത്യ റീജിയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ചേർന്ന കേരള ബിസിനസ് സമ്മിറ്റിലാണ് തീരുമാനം. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ, കൗൺസിൽ ഗ്ലോബൽ ചെയർമാൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുമെന്ന് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോസഫ്, റീജിയണൽ പ്രസിഡന്റ് ശശിധരൻ എന്നിവർ അറിയിച്ചു. 25 കമ്പനികൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭായാത്ര പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ ബാലപ്രധാനമായ ബാലബോധം ഒരുക്കുന്ന മഹാശോഭയാത്രയുടെ ഇതിനകത്ത് കയറൂ. ഇതിനകത്ത് കയറൂ. ഏഷ്യയിലെ ഏറ്റവും വലിയ ബാലപ്രസ്ഥാനമായ ബാലഗോകുലം ഒരുക്കുന്ന മഹാശോഭയാത്രയുടെ മുൻനിര പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലൂടെ ശ്രീപത്മനാഭന്റെ കിഴക്കേ നദിയിലൂടെ മുദ്രക്കണ്ണ മൈതാനിയിലേക്ക് പ്രവേശിക്കുകയാണ്. ബാലഗോകുലത്തിന്റെ ശോഭയാത്രയിലേക്ക് എത്തിയ ആ ബാലവൃദ്ധ ജനങ്ങളെയും ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശോഭയാത്ര ഇതാ മുദ്രക്കണ്ണ മൈതാനിയിലേക്ക് പ്രവേശിക്കുകയാണ്. back.